ലേഖനം 13-ാം അധ്യായം 5-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്ന, കൊരിന്ത്യർ 13-ാം അധ്യായം 5-ാമത്തെ തിരുവചനം, സ്നേഹം അസൂയപ്പെടുന്നില്ല, അല്ലെ? സ്നേഹം അസൂയപ്പെടുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അനീതി സന്തോഷിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്, സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല. സ്നേഹം, ഗോഡ് ഈസ് ലവ്, ഗോഡ് ഈസ് ലവ് എന്ന് പറഞ്ഞാൽ ദൈവം സ്നേഹമാകുന്നു. ദൈവം സ്നേഹമാകുന്നു. അങ്ങനെ തന്നെ സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല എന്ന് പറഞ്ഞാൽ, പത്രോസ്ലിയായെ യേശു എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ എന്നെ സ്നേഹിക്കുന്നു. തോമാസ്ലിയായെ ദൈവം എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ തന്നെ എന്നെ സ്നേഹിക്കുന്നു. മദർ തെരേസയെ എന്റെ ദൈവം എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ തന്നെ ഒരു അണുവിട വ്യത്യാസം കൂടാതെ എന്നെ സ്നേഹിക്കുന്നു. അമ്മ ത്രേസ്യയെ, കൊച്ചു ത്രേസ്യയെ, ഫ്രാൻസിസ് സേവ്യറിനെ, ഫ്രാൻസിസ് അസീസിയെ എന്റെ സ്വർഗത്തിലെ അപ്പൻ, സ്വർഗത്തിലെ ദൈവം എങ്ങനെ സ്നേഹിക്കുന്നു അതിൽ നിന്ന് ഒട്ടും കുറവില്ലാതെ പ്രിയ സഹോദരായി എന്നെയും നിന്നെ സ്നേഹിക്കുന്നു. ദൈവമാണെങ്കിൽ ദൈവത്തിന് അനുചിതമായി പെരുമാറാൻ അറിയാൻ മേല. ഒരമ്മയ്ക്ക് 2 പിള്ളേരുണ്ടെങ്കിൽ 2നെ ഒരേപോലെ സ്നേഹിക്കാൻ കാണാൻ പറ്റുള്ളൂ. 10 പിള്ളേരുണ്ടേലും 10 കുട്ടികളുടെയും ഒരു പെറ്റ തള്ളയാണെങ്കിൽ ഒരേ സ്കെയിലിലെ സ്നേഹിക്കാൻ പറ്റൂ. അളവ് വ്യത്യാസമില്ലാതെ സ്നേഹിക്കും. അങ്ങനെയാണെങ്കിൽ മനുഷ്യരെ അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും ഒരേപോലെ ഒരേ അളവ് സ്നേഹിക്കുക. നമ്മൾ പറയും, അയ്യോ അവരൊക്കെ വലിയ വിശുദ്ധൻ, വട്ടായിയച്ഛൻ, അയ്യോ ഡോമിനിക്കച്ഛൻ, പറയണ്ട, ഡാനിയലച്ഛനോ, അയ്യോ അതോട്ട് വിശുദ്ധൻ. പിന്നെ മദർ തെരേസ കേട്ടോ, ഇവിടെ ഫോട്ടോയ്ക്ക് വെച്ച് തിരിച്ചെഴുതി വെച്ചിരിക്കുക. മദർ തെരേസയെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, ഞാൻ തൊട്ടിട്ടുണ്ട്. മദർ തെരേസ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. മദർ തെരേസയുടെ കയ്യിൽ നിന്ന് എനിക്ക് നേരിട്ട് സമ്മാനവും കിട്ടിയിട്ടുണ്ട്. അതറിയാവോ? ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഇവരെയൊക്കെ ഭയങ്കര വിശുദ്ധരായിട്ട് കാണുക. അവർക്ക് സാധിക്കും. അവരാരാ? പുണ്യാളന്മാര്, വിശുദ്ധന്മാര്. അവർ വിശുദ്ധരായിട്ടാ ജനിച്ചത്. സ്വർഗത്തിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി വന്നതാ. നമ്മളാരാ? നമ്മള് പാവികളെ, പുഴു, കൃമി, ഇതൊക്കെ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുക. വിശുദ്ധരാകണമെങ്കിൽ കല്യാണം കഴിക്കാതെ സിസ്റ്റർമാരാകണം, അച്ഛന്മാരാകണം. അങ്ങനെയുള്ളവർക്ക് വിശുദ്ധന്മാരാകാൻ പറ്റൂ എന്ന് ഒരു ചിന്താഗതി ഞങ്ങൾക്കെങ്കിലും ഉണ്ട്. പണ്ടൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീ കല്യാണം കഴിച്ചു, ഭർത്താവായി. കള്ളുകുടിയനായ ഭർത്താവ്, കള്ളു കുടിച്ച് നശിപ്പിക്കുന്ന ഒരു ഭർത്താവ്. അങ്ങനെ എങ്ങനെയോ 2 പിള്ളേരുണ്ടായി. അപ്പൻ തോന്നിവാസം നടക്കുന്ന, കള്ളുകുടിച്ച് ഇങ്ങനെ നടക്കുന്ന, കുടുംബം നോക്കാൻ നടക്കുന്ന ആളായതുകൊണ്ട് ശത്രുക്കൾ ഉണ്ടായിരുന്നു. അപ്പനെ നാട്ടുകാര് തല്ലിക്കൊന്നു. നല്ല അപ്പൻ പോലെ നാട്ടുകാര് തല്ലിക്കൊന്നു. അതുകൊണ്ട് തല്ലിക്കൊന്ന അപ്പനെ തല്ലിക്കൊന്നവരെ അവരോട് പ്രതികാരം, ഈ 2 മക്കൾക്ക് പ്രതികാരം ഉണ്ടായി. എന്റെ അപ്പനെ കൊന്നവരെ എങ്ങനെയെങ്കിലും ഇരുട്ടടി നടത്തി അവരെ കൊല്ലണം, പ്രതികാര ചിന്ത. ഇത് അമ്മ അറിഞ്ഞു. അമ്മ പറഞ്ഞു, മോനെ മക്കളെ കൊല്ലരുത്, എന്ത് വന്നാലും അവരെ അങ്ങനെയുള്ളവരൊന്നും ചെയ്യാൻ പാടില്ല, കൊല്ലാൻ പാടില്ല, നമ്മൾ പാപം ചെയ്യാൻ പാടില്ല, തെറ്റ് ചെയ്യാൻ പാടില്ല. ദൈവമേ, അങ്ങനെ ഏതെങ്കിലും വിധത്തില് കൊല്ലാനായിട്ടുള്ള സാധ്യതയുണ്ടെങ്കിൽ അതിനു മുൻപേ എന്റെ പിള്ളേരെ അങ്ങോട്ട് എടുത്തോണം, അവർ ചത്തുപൊക്കോട്ടെ. എന്റെ പിള്ളേര് കൊലപാതകികളായി മരിക്കുന്നതിലും നല്ലത് അതിനു മുൻപേ അവർ മരിച്ചു പോകുന്നതാണ് നല്ലത്. ഈ അമ്മയുടെ പ്രാർത്ഥന കേട്ട് ആ പിള്ളേര് അധികം താമസിക്കാതെ മരിച്ചു പോയെന്നേ. കണ്ടോ? അവള് വിധവയായി മാറി. വിധവ. അപ്പൊ ഈ സ്ത്രീ ആരൊക്കെ? ഭർത്താവ് ഉണ്ടായിരുന്ന സ്ത്രീയായി മാറി. കല്യാണം കഴിച്ചു, ഭർത്താവുണ്ട്, പിള്ളേരുണ്ട്, 2 പിള്ളേരുടെ അമ്മയായി, പിന്നെ വിധവയായി മാറി. പിള്ളേര് നഷ്ടപ്പെട്ടു, അല്ലെ? ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്ന ഈ സ്ത്രീ ഒരു ഗവൺമെന്റിന്റെ വാതിൽക്കൽ ചെന്ന് മുട്ടി. അവർ ഓടിച്ചു വിട്ടു. വീണ്ടും അടുത്തടുത്ത് മുട്ടി. പിന്നെ തുറന്നു കൊടുത്തു. എനിക്ക് കന്യാസ്ത്രീ ആകണമെന്ന് പറഞ്ഞു. നീ കല്യാണം കഴിച്ചതല്ലേ, ഭർത്താവൊക്കെ ഉണ്ടായിരുന്നതല്ലേ, ഇങ്ങനെ നടന്ന കെട്ടിയവനല്ലായിരുന്നു, പിന്നെ പിള്ളേര് പ്രസവിച്ച പെണ്ണല്ലേ നീ, നിന്നെ ഒന്നും കന്യാസ്ത്രീ ആകാൻ പറ്റിയല്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവള് പിന്നെ മുട്ടിക്കൊണ്ടിരുന്നു.
പിന്നെ എന്ത് ചെയ്തു? ഈ കന്യാസ്ത്രീ അമ്മയ്ക്ക് ദർശനം ഉണ്ടായി, അവളെ എടുക്കാൻ പറഞ്ഞു, അവളെ എടുത്തു. അവള് ഇങ്ങി വിശുദ്ധി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, അവള് വിശുദ്ധിയോടെ മരിച്ചു. അവള് സഭ അവളെ വിശുദ്ധിയായിട്ട് മാറ്റി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിശുദ്ധിയായിട്ട്, വിശുദ്ധ റീത്ത. നിങ്ങറിയാവോ, വിശുദ്ധിയായി തീരുന്നതിന് വിവാഹം തടസ്സമല്ല, ഭർത്താവ് തടസ്സമല്ല, ഭാര്യ തടസ്സമല്ല, വിധവ ആകുന്ന അവസ്ഥ തടസ്സമല്ല, പ്രസവിക്കുന്നതൊന്നും തടസ്സമല്ല. കൊച്ചറിയസിയുടെ മാതാപിതാക്കള് അവര് വിശുദ്ധരായി മാറിയില്ലേ? അപ്പൊ ഞാൻ എന്താ പറഞ്ഞു വന്നത്? നമ്മൾ ചിലരെ മാത്രം കാറ്റഗറി തിരിച്ച് അവർക്ക് മാത്രമേ വിശുദ്ധരാകാൻ പറ്റൂ, അവരാ വിശുദ്ധ. നമ്മളോ പാപിയും പുഴുവും കൃമിയുമായി അടിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഇതല്ലേ നമ്മുടെ യാചന പ്രാർത്ഥന. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയമുള്ളവരെ, നമ്മൾ വണങ്ങുന്ന, നമ്മൾ സ്നേഹിക്കുന്ന, നമ്മൾ ആദരിക്കുന്ന സഭയിലെ വിശുദ്ധന്മാരെ എങ്ങനെ ദൈവം ഏത് കണ്ണോടെ കാണുന്നു, അതേ കണ്ണോടെ മാത്രമേ എന്നെയും നിന്നെയും ദൈവത്തിന് കാണാൻ പറ്റൂ. ഇതാണ് ദൈവത്തിന്റെ സ്നേഹം. ദൈവത്തിന് വേർതിരിവില്ല. ദൈവം അനുചിതമായി വേർതിരിവോടെ ദൈവം പെരുമാറുന്നില്ല, കരുതുന്നില്ല, സ്നേഹിക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിന്റെ സ്നേഹം. ഈ സ്നേഹത്തെ തിരിച്ചറിഞ്ഞാലുണ്ടല്ലോ, എനിക്ക് പിന്നെ വേറെ ഒന്നും നമുക്ക് വേണ്ടതേ. എനിക്കൊണ്ടേലെന്ന എനിക്കില്ലേലെന്ന. പണ്ടത്തെ അമ്മച്ചിമാര് പാട്ടുമായിരുന്നു. പണ്ട് ഏത് വിദേശത്ത് പോയാലും പേർഷ്യ എന്നുള്ള പേരാ. പേർഷ്യല. ഇന്നലെ UK, അമേരിക്ക, ഇംഗ്ലണ്ട്, സ്വിറ്റ്സർലൻഡ് ഒക്കെ പണ്ട് പേർഷ്യ. അപ്പൊ അമ്മച്ചിമാര് വീട്ടിൽ ഇരുന്ന് ഭാര്യമാര് പാടും, എനിക്കൊണ്ടേലെന്ന എനിക്കില്ലേലെന്ന, എന്റെ ഭർത്താവ് പേർഷ്യയിലാണ്. ഭർത്താവ് പേർഷ്യയിലാന്ന് പറയാൻ അന്നത്തെ അമ്മച്ചിമാർക്ക്, ഭാര്യമാർക്ക് ഭയങ്കര സന്തോഷ, അഭിമാനത്തോടെ അറിയാം. എടി നിന്റെ കെട്ടിയവനടിയോ പേർഷ്യയിലാ. അന്ന് വരുമ്പോ നല്ല അത്രയൊക്കെ വാങ്ങിച്ചോണ്ട്. അപ്പൊ ഒരു ദൈവ പൈതല്, നീ ആരുമായിക്കോട്ടെ, നിന്റെ വീട് ഏത് പ്രതികൂലമായിക്കോട്ടെ, ഭർത്താവ് എങ്ങനെ നടക്കുന്ന ആളായിക്കോട്ടെ, മക്കൾ എങ്ങനെയായിക്കോട്ടെ, വീട്ടിൽ കഷ്ടതകൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, ദാരിദ്ര്യം, കടബാധ്യത എന്തുമായിക്കോട്ടെ, നിനക്കൊരു വിശുദ്ധയാവുന്നതിന് തടസ്സമല്ല. നിന്നെ സ്നേഹിക്കുന്നതിന് നിന്റെ പ്രതികൂലം ഒരു തടസ്സമേ അല്ല. ദൈവം നിന്നെ സ്നേഹിക്കുന്നു. എനിക്ക് നിന്നോട് പറയാനുള്ളത്, ദൈവം നിന്നെ സ്നേഹിക്കുന്നു. യുവാവേ, യേശു നിന്നെ സ്നേഹിക്കുന്നു. യുവതി, യേശു നിന്നെ സ്നേഹിക്കുന്നു. ജീസസ് loves you. ജീസസ് loves you. ജീസസ് loves you. ഈ സ്നേഹം അനുഭവിച്ചേറിഞ്ഞ ഒരാള് പുറകോട്ട് പോവുകയില്ല. അവന് വേണ്ടി ജീവിതം സമർപ്പിക്കും, അവന് വേണ്ടി ജീവിതം ഏൽപ്പിച്ചു കൊടുക്കും, ജീവൻ സറണ്ടർ ചെയ്യും. ഇനി യേശുവിനോടൊപ്പം ജീവിതമാണ്. യേശുവിനോടൊപ്പം ഒരു ജീവിതം എന്ന് പറയുന്നത് അത് അനുഭവിച്ച് തീർക്കണം, അത് എൻജോയ് ചെയ്യണം. അത് ആസ്വദിച്ചവർക്കേ അത് അറിയാൻ പറ്റുള്ളൂ. ഞാനൊക്കെ സന്തോഷിക്കുന്നതിൻ്റെ, ഇങ്ങനെ ഓടി നടന്ന് പ്രസംഗിക്കുന്നതിൻ്റെ കാരണം എന്താ? ആ സ്നേഹം ഞാൻ അനുഭവിക്കുന്നു. അവൻ എൻ്റെ അകത്ത് വസിക്കുന്നു. മിണ്ടരുതെന്ന് പറഞ്ഞാലും ഞാൻ മിണ്ടും. വഴിയിൽ മൈക്ക് കിട്ടി വെച്ച് ഞാൻ പ്രസംഗിക്കും. ഞാൻ പറയും, ഞാൻ പിള്ളേരോട് പറഞ്ഞോട്ട്, ഞാൻ മരിക്കാൻ നേരത്തെ പെട്ടി കുരിശെന്നെ പിടിപ്പിക്കണ്ട, എൻ്റെ ബൈബിൾ നെഞ്ചത്തോട് വെച്ചാൽ മതി, എന്നെ ഞാൻ ആക്കിയത് ഈ ബൈബിൾ. ഈ വചനം വായിച്ചാണ് ഈശോയുടെ സ്നേഹം അറിഞ്ഞത്. വിശുദ്ധ ജെറോം പറഞ്ഞു, വിശുദ്ധ ജെറോം പറയുകയാണ്, വചനം അറിയാത്ത ഒരാൾ യേശുവിനെ അറിയുന്നില്ല. നിങ്ങൾ വചനത്തോട് എത്രമാത്രം അജ്ഞതയുണ്ടോ അത്രയും ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ അജ്ഞരാണ് എന്ന്. സന്ധ്യാസമയാകുമ്പം എടുത്ത് തുറന്നിട്ട് വായിച്ചിട്ട് മടക്കി വെക്കേണ്ടതല്ല. വായിക്കണം, 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 പഠിക്കണം, 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 ധ്യാനിക്കണം, ധ്യാനിക്കണം, ധ്യാനിക്കണം. അടുത്തത് ജീവിക്കണം, ജീവിക്കണം. യേശുവിനെ സ്നേഹിക്കണം.